അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ മാണ്ഡവ്യൻ എന്ന മഹർഷിയോട് പറയുകയാണ്, ഞാൻ വസിക്കുന്ന, ഞാൻ ഭരിക്കുന്ന ഈ രാജ്യം, ഈ മിഥിലാപുരി ഒരു ദിവസം അഗ്നിക്കിരയായി എന്ന് വിചാരിക്കുക. ഇത് മുഴുവൻ, ഈ കൊട്ടാരവും അതിലെ സമ്പത്തും സകല വസ്തുക്കളും എല്ലാം ഭസ്മമായി, വെണ്ണീറായി എന്ന് കരുതുക. എനിക്കൊന്നും സംഭവിക്കില്ല, കാരണം ഇവിടെ എൻ്റേതായി ഒന്നുമില്ല. അപ്പം നമ്മളുടെ ചുറ്റുമുള്ളതിനെ അതിനോടുള്ള മമത കൊണ്ട്, രാഗം വെച്ചുകൊണ്ട് ഇത് ഞാൻ നേടിയതാണ് എന്ന് അഭിമാനിക്കുമ്പോഴാണ് ഈ ദുഃഖം ഉണ്ടാക്കുന്നത്. നമുക്ക് താൽക്കാലിക ദശയിൽ അനുഭവിക്കാൻ കിട്ടിയതാണ് എന്ന ഒരു ബുദ്ധി, ഒരു ലാഘവ ബുദ്ധി ഉണ്ടായാൽ പിന്നെ അപകടമില്ല. നേരെ മറിച്ച് ഇത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത്, ഒരിടത്ത് ഒരു വിവാഹത്തിനോ ഒക്കെ പങ്കെടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ചെന്നു. അവിടെ ഒരു ഓഡിറ്റോറിയം, ഒരു വിവാഹ മണ്ഡപത്തിൽ നമ്മൾ ഇരിക്കുന്നു. അവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടി ഇരിപ്പിടങ്ങളുണ്ട്, നന്നായി അലങ്കരിച്ച ഇരിപ്പിടങ്ങളും ഒക്കെ ഉണ്ട്. ആദ്യമൊക്കെ കുറച്ചു സമയം മുന്നിലിരുന്നു, പിന്നെ കുറച്ചു സമയം പിന്നിൽ പോയിരുന്നു. അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ, ഇപ്പം നമ്മൾ ആദ്യം ഇരുന്ന സ്ഥലത്ത് വീണ്ടും ചെല്ലുമ്പോൾ അവിടെ വേറൊരാൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പരാതിയൊന്നുമില്ല. നമ്മൾ അപ്പുറത്ത് പിന്നിൽ എവിടെയാണോ ഇരിപ്പിടം ഉള്ളത് അവിടെ പോയി ഇരിക്കും. അല്ലാതെ ഇത് എൻ്റെയാണ് എന്നൊന്നും പറയാറില്ല. കാരണം ഈ കിടക്കുന്നതൊന്നും നമ്മുടെ അല്ല. ഈ മണ്ഡപം തന്നെ നമ്മൾ തൽക്കാലത്തേക്ക് വാടക കൊടുത്ത് എടുത്തിരിക്കുന്നതാണ്. നിശ്ചിത സമയം കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വിട്ടു പോകണം, മാറിക്കൊടുക്കണം, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ ഒരു ഉപകരണവും നമ്മളുടേതായിട്ട് അഭിമാനിക്കാറില്ല. നമ്മൾക്ക് ഒന്നിലും ഒരു മമതാബുദ്ധി പ്രവർത്തിക്കണില്ല. അതുപോലെ ആണ് ലോകജീവിതം. ഇഹത്തിൽ സ്വന്തമായി ഒന്നുമില്ല. നേരെ മറിച്ച് ഇതിൽ മമത വെച്ചുകൊണ്ട്, ഇതൊക്കെ എൻ്റേതാണ് എന്നുള്ള ബുദ്ധി വെച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് അർത്ഥതൃഷ്ണ വർദ്ധിക്കും, അർത്ഥാസക്തി കൊണ്ട് മോഹം ഉണ്ടാവും. അപ്പൊ തൃഷ്ണയെ ജയിച്ചു കഴിഞ്ഞാൽ അതിലും വലുതായിട്ട് ഒരു സുഖവും ലോകത്തിലില്ല എന്നാണ്. ഇപ്പൊ ഒരു പശുക്കുട്ടി ജനിച്ചു വീഴുമ്പോൾ നമ്മൾ നോക്കിക്കോളൂ, അതിൻ്റെ ആ ശിരസിന്റെ മുകൾ ഭാഗത്ത് അതിൻ്റെ കൊമ്പ് വരാൻ തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ അല്ലേ? ഒരു പശുക്കിടാവ് ജനിച്ചു വീണാൽ അതിൻ്റെ കൊമ്പ് മുള പൊട്ടി വരുന്ന ആ ഇടത്തൊരു ചെറിയൊരു തടിപ്പേ ഉണ്ടാവുള്ളൂ. ഇത് ഈ കിടാവ് വളർന്നു വരും തോറും എന്താ സംഭവിക്കുക? പതുക്കെ 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 ആ കൊമ്പുകളും നീളം വയ്ക്കാൻ തുടങ്ങും, വളരാൻ തുടങ്ങും. അതേപോലെയാണ് ഒരു പശുക്കിടാവ് വളർന്നു വരുമ്പോൾ അതിൻ്റെ കൊമ്പും ഒപ്പം വളരുന്നത് പോലെയാണ് ധനം നമുക്ക് വർദ്ധിക്കും തോറും തൃഷ്ണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് മനുഷ്യന്. അതുകൊണ്ടാണ് അതിൽ അധികം ആസക്തി വെക്കരുത് എന്ന് പറഞ്ഞത്. എപ്പോഴെങ്കിലും നാം നമ്മളുടെ ചുറ്റുമുള്ളതിൽ അമിതമായിട്ട് ആസക്തി വെച്ചു കഴിഞ്ഞാൽ, ഇത് എൻ്റേതാണ് എന്ന അമിതമായ വിചാരം വെച്ചാൽ അത് അബദ്ധമാണ്. അപ്പൊ അതിനുണ്ടാകുന്ന നാശം, അതിന് ഏതെങ്കിലും തരത്തിൽ വിപരീതമായി ബാധിക്കുന്നതൊക്കെ നമ്മളെ ദുഃഖിപ്പിക്കുന്നു. അതുകൊണ്ട് ആഗ്രഹങ്ങളെ, മനുഷ്യൻ കാമങ്ങളെ അമിതമായി ലാളിക്കരുത്. ആഗ്രഹങ്ങൾ എപ്പോഴും നമുക്ക് ദുഃഖമുണ്ടാക്കാൻ കാരണമായിട്ട് തീരും. അർത്ഥം നമുക്ക് ആവശ്യമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ധനം നേടാൻ പറഞ്ഞത്? ധാർമ്മികമായ ജീവിതം നയിക്കാനാണ്. അപ്പൊ അർത്ഥം സമ്പാദിക്കുമ്പോഴും അത് ചിലവഴിക്കുമ്പോഴും അത് കൈകാര്യം ചെയ്യുമ്പോഴും ഈ ധർമ്മബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് സ്മൃതികളും പുരാണങ്ങളുമൊക്കെ ചില വ്യവസ്ഥകൾ വെച്ചു, ചില പദ്ധതികൾ പറഞ്ഞു. അത് വിഭജിച്ച് ഉപയോഗിക്കണം. അതിന് ഏത് മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ എടുത്താലും കാണാം. ഖുറാനിലും ബൈബിളിലും മറ്റേത് ഇതരം മതവിഭാഗങ്ങളുടെയൊക്കെ പുസ്തകങ്ങളെ നമ്മൾ എടുത്തു നോക്കിക്കോളൂ. ഈ ധനത്തിന്റെ വിനിയോഗത്തെക്കുറിച്ച് അവിടെയൊക്കെ പരാമർശങ്ങൾ കാണാം. ഇപ്പൊ ക്രിസ്തു മതത്തിന്റെ അവരുടെ ആ ചില കോട്ടിങ്സ് ഒക്കെ എടുത്ത് വായിച്ചാൽ കാണാം. അവർ പലരും പറഞ്ഞ് നമുക്ക് കേൾക്കാം.
താൻ സമ്പാദിക്കുന്ന ധനത്തിന്റെ 10% എന്നാണ്, ദശാംശം എന്നാണ് അവരതിന് പറയുക. 10% ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നാണ്. അത് അങ്ങനെ തന്നെ പാലിക്കുന്നവരുണ്ട്, ഇന്നുമുണ്ട് ലോകത്തിൽ. അതുകൊണ്ടൊക്കെയാണല്ലോ ലോകം ഈ പല ആപൽഘട്ടങ്ങളിലും മനുഷ്യൻ ഒന്നുമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ പലരും ഈ സഹായഹസ്തം നീട്ടുന്നത് ഇതൊക്കെ വെച്ചുകൊണ്ടാണ്. ഈ ധാർമ്മിക ചിന്ത ഉള്ളവരാണ് സഹായിക്കുന്നത്. ഭൂമിയില്ലാത്തവന് ഭൂമി കൊടുക്കുന്നു, ആഹാരമില്ലാതെ വിഷമിക്കുന്നവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുന്നു. അപ്പം ലോകത്ത് അങ്ങനെ ചിന്തിക്കുന്നവരും കുറച്ചൊക്കെ ഈ ധർമ്മബോധമുള്ളവരും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ധനത്തെ നേടുമ്പോഴും ചിലവഴിക്കുമ്പോഴും അത് ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് എന്ന് തിരിച്ചറിയുക, ധാർമ്മികമായി ഉപയോഗിക്കുക. സമബുദ്ധിയോടുകൂടിയിട്ട് കൃതകൃത്യനായി ജീവിക്കുന്ന ഒരുവനാണ് വിദ്വാൻ എന്ന് പറയുക. എല്ലാവർക്കും ക്ഷേമം ഉണ്ടാവട്ടെ എന്ന് ചിന്തിക്കുന്നവനാണ് വിദ്വാൻ. അവർക്കൊരിക്കലും ദുഃഖം, സംസാര ദുഃഖം ബാധിക്കില്ല. അവർക്കൊരിക്കലും രോഗങ്ങളെ കൊണ്ട് ക്ലേശിക്കേണ്ടി വരില്ല. നിരാമയനായി എന്നാണ്. നമ്മൾ ഏതൊരാളും ഒരു മനുഷ്യ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളാണ് നമ്മളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താറുള്ളത്. എന്താണ്? അനായാസേന മരണം, വിനാദൈന്യേന ജീവനം എന്നും പ്രാർത്ഥിക്കും അല്ലേ? അനായാസേന മരണം, വിനാദൈന്യേന ജീവനം, ദേഹി മേ കൃപയാ ശംഭോ ത്വയി ഭക്തിരചഞ്ചല. ജീവിക്കുന്നത് എത്ര കാലം ഇവിടെ ജീവിച്ചുവോ അത്രയും കാലം സ്വസ്ഥമായി ദൈന്യതയില്ലാത്ത ജീവിതം നയിക്കാൻ പറ്റണം. മരണം അനായാസമാവുക, ആർക്കും ഭാരമാവാതെ വളരെ സ്വസ്ഥമായി സുഖമായി ഈ ശരീരത്തെ ഉപേക്ഷിക്കാനും പറ്റുക. ഇത് ആർക്കാണ് സാധിക്കുന്നത്? ഈ സമബുദ്ധിയോടുകൂടി എല്ലാവർക്കും ക്ഷേമമുണ്ടാവണമെന്ന് കരുതി ജീവിക്കുന്നവർ. അവർക്ക് സുഖദുഃഖങ്ങൾക്ക് ഭേദമില്ല, പ്രിയം അപ്രിയം അങ്ങനെ ഭേദമില്ല. ആ ദ്വന്ദ്വ ഭാവത്തെ ഉപേക്ഷിച്ചവരാണ് അവർ. നിരാമയന്മാരാണ്. അവരെ രോഗങ്ങൾ വല്ലാതെ അലട്ടുന്നില്ല. രോഗമൊക്കെ ഉണ്ടാവും, രോഗം വരുമ്പോൾ ചിലപ്പോൾ ഔഷധങ്ങൾ സ്വീകരിക്കും എന്നുള്ളതല്ലാതെ അവർക്ക് ഇങ്ങനെ എപ്പോഴും രോഗം, അതിൻ്റെ ചിന്ത അങ്ങനെയൊന്നുമില്ല എന്നാണ്. ഇപ്പൊ ശരീരത്തിന് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മളുടെ ശരീരം കുറച്ചു കഴിഞ്ഞാൽ ജര ബാധിക്കും. അത് പ്രകൃതിയുടെ നിയമമാണ്. കാരണം ഇതിനെ നശിപ്പിക്കണമെങ്കിൽ ആ ഒരു സംഗതി നടന്നേ പറ്റൂ. അല്ലാതെ എല്ലാ കാലത്തും ഇങ്ങനെ യുവതിയായി യുവാവായിട്ട് അങ്ങനെ പറ്റില്ല. ഈ ശരീരം ജീർണിച്ചേ പറ്റൂ. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ പോലെ ഒരിക്കലും മണ്ണിലിട്ടാലും എത്ര കാലം കഴിഞ്ഞാലും നശിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് ശരീരമെങ്കിലത്തെ അവസ്ഥ. ആലോചിച്ച് നോക്കൂ. നമ്മളുടെ പൂർവികരൊക്കെ ഇപ്പോഴും ചുക്ക് പോലെ ഇരിപ്പുണ്ടാവും. കാരണം ഇത് എക്സ്പയറി ആവണില്ല ഒരിക്കലും. നേരെമറിച്ച് പ്രകൃതിയുടെ നിയമമാണ്, ഉണ്ടായത് നശിക്കണം കുറച്ച് കഴിഞ്ഞാൽ. അപ്പം അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പരിണാമമാണ് സംഭവിക്കുന്നത്. ശരീരം ജീർണിക്കണം. അപ്പം ശരീരത്തിന് വാർദ്ധക്യം കൊണ്ട് ജര ബാധിക്കും. എന്നാലും മൂഢനായ ഒരു മനുഷ്യന്റെ മോഹത്തിന് ജര ബാധിക്കില്ല എന്ന്. ഒരു മൂഢനായ ഒരുവനെ മരിക്കുന്നത് വരെ, മരണത്തിന്റെ തൊട്ടു മുമ്പ് വരെ ബാധിച്ചിരിക്കുന്ന രോഗമാണ് തൃഷ്ണ. ഏതൊരുവനാണോ ആ തൃഷ്ണയെ വിട്ടുകളഞ്ഞാൽ അവൻ മുക്തനായി, അവനാണ് ലോകത്തിൽ സുഖമനുഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തു വേണം? ധർമാത്മാക്കൾ ഇഹത്തിലും പരത്തിലും ഈ അറിവ് ഉണ്ടാവുകയും അങ്ങനെ സൽകീർത്തിയെ നേടുകയും ചെയ്യുന്നു എന്നാണ്. ഇത്തരത്തിലുള്ള ആ ഉപദേശങ്ങളെ ചെയ്തുകൊണ്ട് ഇപ്പം നമ്മൾ ശരിക്കിന്ന് പാരായണം ചെയ്ത ആ ഭാഗത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടാണ് കുറച്ച് ഈ ധർമ്മകാന്ഡം അഥവാ ഉപദേശകാന്ഡത്തെ എടുത്ത് കുറേ സമയം ഒന്ന് അനുസ്മരിച്ചത്. പാരായണം ചെയ്തു പോയിരിക്കുന്നത് യുദ്ധകാന്ഡമാണ്. ആ യുദ്ധകാന്ഡത്തിൻ്റെ ഒടുവിലേക്ക് എത്തുമ്പോഴാണ് ശൂരപത്മാസുരനെ നിഗ്രഹിക്കുന്നതുമൊക്കെയായ ആ ഒരു സന്ദർഭം. അതിനുശേഷമാണ് ഇനി അവശേഷിക്കുന്നതായ ഒരു ചെറിയ ഭാഗമാണ് ദേവകാന്ഡം.
അതാണ് നമ്മൾ നാളെ അനുസ്മരിക്കുന്നത്. ഇന്നത്തെ പാരായണ പ്രഭാഷണങ്ങളെ നമുക്കിവിടെ സമർപ്പിക്കാം.